ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തേത് നമ്മൾ ഈദ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈദിൻ്റെ അന്നത്തെ കുറേ വിശേഷങ്ങൾ അതുപോലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാവും. അവർക്കപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ കമൻ്റ് ആക്കണം എന്താണെന്ന് നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നുള്ളത് നിങ്ങളെ നാടിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും അതായത് എനിക്കിങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങൾ ഏതെല്ലാം നാട്ടിൽ നിന്ന് ഈ വീഡിയോസ് കാണുന്നുണ്ട് എന്നറിയാൻ. കാരണം നമ്മൾ കുറേ നാളായില്ലേ ചാനലെല്ലാം തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഏതെല്ലാം നാട്ടിൽ നിന്നായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നത്, എനിക്ക് ഇങ്ങനെ അറിയാനുള്ളൊരു ഇഷ്ടം. അപ്പോൾ നിങ്ങളെന്തായാലും കമൻ്റ് ആക്കണം കേട്ടോ, നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് ഈ വീഡിയോസ് കാണുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഈദ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈദിൻ്റെ തലേന്നാണ് കേട്ടോ. അതായത് നമ്മളെ മെഹന്തി ഇടുന്ന ആ ഒരു ടൈം മുതൽ ഞാൻ ഈദ് വ്ളോഗെല്ലാം എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് മെഹന്തി ഇടലും മെയിനായിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു മെഹന്തി ഇടൽ. പിന്നെ എനിക്ക് വലിയ ഡിസൈനൊന്നും അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. എനിക്കിങ്ങനെ ആരെങ്കിലും എപ്പോൾ ഇട്ട് തരത്താണ് കേട്ടോ എല്ലാവരും. അപ്പം ഇതാ ഞാനങ്ങനെ മെഹന്തി ഇട്ടിട്ടെല്ലാം ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പണി ഇല്ലല്ലോ, പിന്നെ നല്ല ഇല്ലേ കാണാനായിട്ട്. അപ്പോൾ മാഷാ അല്ലാഹ് എൻ്റെ കസിനാണ് കേട്ടോ ഇട്ട് തന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ദിവസമെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് നമ്മളെ നോമ്പുണ്ടല്ലോ. അപ്പോൾ നോമ്പിൻ്റെ ആ ഒരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ദിവസമൊന്നും കാര്യമായിട്ട് അങ്ങനെ നോമ്പ് കുറിക്കുന്ന സംഭവങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഈദ് വ്ളോഗ് വലിയൊരു വ്ളോഗായി മാറും. അപ്പോൾ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ ഈ ബറാത്തിനെല്ലാം ഉണ്ടാക്കുന്ന ഒരു പായസമാണ് കേട്ടോ. അത് കായ്ക്കറി എന്നെല്ലാം നമ്മളിങ്ങോട്ട് പറയും. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ടാവും അത്. പിന്നെ നമ്മൾ ചെറിയൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയ സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല, ജസ്റ്റ് ഇങ്ങനെ ഷേപ്പായി കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ ഒരു ഡ്രസ്സ്. അപ്പോൾ പിന്നെ അതെല്ലാം റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറക്കി നല്ല നിശബ്ദതയായിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. കാരണം എനിക്കിങ്ങനെ ആരെങ്കിലും എല്ലാവരും ഉണ്ടാകുമ്പം പ്രത്യേകിച്ച് നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും തിരിയില്ല കേട്ടോ. എന്തെങ്കിലും ആക്കുമ്പോൾ എല്ലാം ആകെ എന്തോ പോലെയാണ്. പക്ഷെ എനിക്ക് ആരും ഇല്ലാണ്ട് നമ്മളിങ്ങനെ കിച്ചണിൽ നല്ല ഒറ്റക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല വേഗത്തിൽ എൻ്റെ പണി ഒരു മണിക്കൂർ കൊണ്ട് നടക്കേണ്ടത് അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഫാസ്റ്റിലാക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മളൊരു അറേബ്യൻ പുഡിങ് ഉണ്ടല്ലോ ബ്രെഡ് വെച്ചിട്ട്, അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ബ്രെഡെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം ഇപ്പം 12 മണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ എല്ലാം റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പം മക്കൾസെല്ലാം ഉറക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ ഒരു പുഡിങ്ങിനായിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ടാക്കട്ടോ. പിന്നെ ഇങ്ങനെ കട്ടാക്കിയാൽ കുറച്ചും കൂടി നല്ലൊരു പാങ്ങുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ഹെവി ആയിട്ടുള്ള പുഡിങ്ങൊന്നും വേണ്ട, കാരണം ഇതാകുമ്പം വേഗത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മളടുത്ത് ഗസ്റ്റെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ ബ്രെഡെല്ലാം കട്ടാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മളെ പിറ്റന്നേക്ക്, അതായത് നമ്മളെ പെരുന്നാളുടെ അന്നേക്കില്ല ഫുഡ് നമ്മളെ പെരി ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിക്കില്ല ആ ഒരു നമ്മളാ ഒരു ചില്ലി ഉണ്ടല്ലോ, എന്താ പറയുക ഇതിന് ആ ഒരു മുളക്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതിവിടെ പൊടിക്കാൻ വെച്ചതിൽ ഞാൻ കുറച്ചെടുത്തതായിരുന്നു അത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചൂടുവെള്ളത്തിലെല്ലാം ഇട്ടൊന്ന് സെറ്റാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്ററിൻ്റെ അടുത്ത് പാൽ എടുത്തിട്ടുണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫുള്ളായിട്ട് നമ്മളെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പുഡിങ്ങിന് ഉണ്ടായാൽ. ഏത് പുഡിങ്ങിനും നമ്മൾ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കഴിഞ്ഞാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മിൽക്ക് മെയ്ഡെല്ലാം അത്യാവശ്യം റേറ്റുള്ള സാധനമല്ലേ. അപ്പോൾ നമ്മൾ ഷുഗറും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ബാലൻസ് ചെയ്തിട്ട് ചേർത്താലും മതി. എന്നാലും മിൽക്ക് മെയ്ഡ് ചേർത്താലാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവൽ. നല്ല ടേസ്റ്റാണ് പുഡിങ്ങെല്ലാം കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിൽ തന്നെ ഒരു അരക്കപ്പോളം പാലെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം നമ്മളെ ഇതുണ്ടല്ലോ കസ്റ്റർഡിൻ്റെ ആ ഒരു മിക്സ്, അപ്പോൾ ആ ഒരു കസ്റ്റർഡ് പൗഡറും
കൂടി ചേർത്തിട്ട് അതും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്യാസ് ഓണാക്കാനായിട്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏകദേശം ഒരു ടൈം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം കുക്കിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ഗീ ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഈ ഒരു ബ്രെഡ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. ഓവർ പൊരിയണ്ട, ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടാൽ ഈ ഒരു രീതിയിലാകുമ്പോൾ എടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ ഒരു പുഡിങ്ങിന് ഉണ്ടാവൽ. അപ്പോൾ നമ്മൾ പാനിലിട്ടിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഗീ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്രെഡ് ഇങ്ങനെ ഫുള്ളിങ്ങനെ കുടിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ പാലൊന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വിചാരിച്ചു വേഗം തന്നെ അതിലില്ല ആ ഒരു ഡെക്കറേഷനല്ല, ജസ്റ്റ് അതിലിങ്ങനെ ഒരു നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് ബദാമെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പാൽ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന ആ ഒരു അധികം തിക്കാകാനും പാടില്ല, അധികം ലൂസാകാനും പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ കുറച്ച് കസ്റ്റേർഡിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേർഡ് ലെയറായിട്ട് നമ്മൾ ഈ ഒരു നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബദാം ഒന്ന് കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ മെയിനായിട്ട് ബദാമോ പിസ്തയോ കാഷ്യൂനട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു നട്ട്സ് ഐറ്റംസ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് അല്ലേ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു പുഡിങ്. നമുക്ക് പെട്ടെന്ന് പാർട്ടിയോ എന്തെങ്കിലും സൽക്കാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ 2-3 ലെയറായിട്ട് അങ്ങനെ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ചും കൂടി നട്ട്സ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബദാമും ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളതിൽ ഈ കടല മിഠായി ഇല്ലേ, ആ ഒരു കടല മിഠായി ഉണ്ടെങ്കിലും ആ ഒരു കടലേൻ്റെ ആ ഒരു കേക്ക് അതുണ്ടെങ്കിലും നമുക്കിങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവൽ. അപ്പോൾ ഇതാ നമ്മൾ പുഡിങ് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള പുഡിങ് റെസിപ്പീസ് എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. എല്ലാം നല്ല സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മളിതൊന്ന് ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റില്ലാന്ന്. അപ്പോൾ രാവിലത്തേക്ക് നല്ല പോലെ തണുത്ത് നല്ല സെറ്റായി കിട്ടും കേട്ടോ. നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവൽ. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ പെരി പെരി ചിക്കൻ മന്തി ഉണ്ടാക്കാനില്ലേ, ചിക്കനെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ആ ഒരു ഉണക്കമുളക് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിതെല്ലാം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഒരു വലിയ ഉള്ളി, അതുപോലെ തന്നെ 2 തക്കാളി, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെൻ്റെ മിക്സിയിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുറച്ചായിട്ട് ഇട്ടിട്ട് അടിച്ചത്. നമുക്കെല്ലാം കൂടി ഒരുമിച്ച് അടിക്കേണ്ടതേ ഇല്ലയോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ നമ്മൾ ഈ ഒരു അറബിക് മസാല ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൽ ഇതില്ലെങ്കിൽ നമ്മൾ നോർമൽ മന്തി മസാല പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ അതായാലും മതി. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മസാല പൗഡർ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു അറബിക് മസാല നമുക്ക് സ്പൈസെല്ലാം ഇട്ടിട്ട് വീട്ടിൽ വേണമെങ്കിൽ പൊടിച്ച് റെഡിയാക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈപ്പർ മാർക്കറ്റിലെല്ലാം ഈ ഒരു അറബിക് മസാല വാങ്ങിക്കാനെല്ലാം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കലാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് നാളത്തേക്ക്, അതായത് ഇത് റെഡിയാക്കുന്ന ടൈമിൽ വേണ്ടിക്ക് കുറച്ച് ഭാഗം ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയില്ല ആ ഒരു മിക്സും കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ പുതിനയില. അപ്പോൾ ഈ ഒരു പുതിനയില എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു തണ്ട് ഇല്ലാണ്ട് നോക്കണം കേട്ടോ. കാരണം ഈ ഒരു തണ്ട് മിക്സിയിൽ എങ്ങനെയും അരഞ്ഞ് കിട്ടുകയും ചെയ്യില്ല കേട്ടോ. എത്ര മൂർച്ചയുള്ള മിക്സിയാണെങ്കിലും അതിങ്ങനെ കുടുങ്ങി കിടക്കും. അപ്പോൾ അതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ, റെഡ് ഫുഡ് കളർ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോയിൽ കുറച്ചൊരു കളറിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തതേനു.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ പീസെല്ലാം ഈ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കാൻ ജസ്റ്റ് നോക്കി, പക്ഷേ നടന്നിട്ടില്ല. കാര്യം ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും, കാരണം നമ്മൾ മുളകെല്ലാം അരച്ചെടുത്ത സാധനമല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഗ്ലൗസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റലാണ്. അപ്പോൾ ഇതൊരു സാധാരണ നമ്മൾ എന്ത് ചിക്കൻ മന്തിയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് ഇതുപോലെ മസാല ഇട്ട് വെച്ചാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ചിക്കനെല്ലാം കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മസാലയെല്ലാം നല്ല പോലെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇതാ എൻ്റെ ഏകദേശം ആ ഒരു പണിയെല്ലാം കഴിഞ്ഞിട്ടാ ഏകദേശം ഒരു 2 മണിയാകാനായിന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഫാത്തിമ എഴുന്നേറ്റുണ്ടായിന്. അപ്പോൾ പിന്നെ ഓളെ ഒന്ന് ഉറക്കിയിട്ടെല്ലാം വീണ്ടും വന്നിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും ടൈം പോയത്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ പണിയെല്ലാം കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം പെട്ടെന്ന് ചടപടാന്ന് പറഞ്ഞിട്ട് കഴുകിയിട്ട് എല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട് പോയിട്ട് കിടന്നുറങ്ങിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റുണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു റൈസ് എടുത്തിട്ടുള്ളത് നമ്മളെ മന്തി റൈസിൻ്റെ ആ ഒരു കുറച്ച് വലിയ ടൈപ്പ് റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ആ ഒരു ഗോൾഡൻ റൈസ്. അപ്പോൾ അതാണ് കുറച്ചും കൂടി നമ്മളെ പെരി മന്തിയെല്ലാം ഉണ്ടാക്കുമ്പം ആ ഒരു റൈസാണ് കേട്ടോ കുറച്ച് നല്ലത്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് വെയിലെല്ലാം, അതായത് നമ്മളെ പെരുന്നാളിൻ്റെ ടൈമിന് നമുക്ക് നല്ല വെയിലായിരുന്നല്ലോ ഉണ്ടായത്, മഴയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇപ്പം നല്ല മഴയാണ്. പക്ഷേ ഈ ഒരു ഈദിൻ്റെ അന്ന് ഒട്ടും തന്നെ മഴയുണ്ടായിട്ട് കേട്ടോ. ആ ഒരു ദിവസം എന്തോ ഭാഗ്യത്തിന് നമുക്ക് എല്ലായിടത്തും പോകാനെല്ലാം തോന്നുന്നു, നമുക്ക് മഴയൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ തലേന്നും അതിൻ്റെ പിറ്റേന്നെല്ലായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ആ ഒരു രാവിലത്തെ ആ ഒരു ടൈം ഒരു 6 മണി 5:50 ആ ഒരു ടൈമെല്ലാം മുറ്റത്തിറങ്ങുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. ആ ഒരു പ്രത്യേക ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലും ഇതെല്ലാം ആയിട്ട് നല്ല രസമുള്ളൊരു ടൈമാണ് കേട്ടോ അത്. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു മുറ്റത്തിറങ്ങിയിട്ട് ആ ഒരു രാവിലെ ഇറങ്ങുമ്പം വേറെ തന്നെ നമ്മളെ മെയിൻ്റെല്ലാം എന്തോ ഒരു വല്ലാത്തൊരു എന്തോ ഒരു സന്തോഷം കിട്ടുന്നൊരു ഫീൽ കേട്ടോ. രാവിലത്തെ ആ ഒരു ടൈം മുറ്റത്തെല്ലാം ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പം ആ ഒരു മുറ്റത്ത് ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഇതെല്ലാം ഒന്ന് പച്ചപ്പും ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ മുറ്റത്തു നിന്നെല്ലാം കയറി. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപ്സിക്കെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് ആ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ചിക്കൻ പീസെല്ലാം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോർമൽ മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടെന്നേ ഇല്ല കേട്ടോ. അതായത് അതിൻ്റെ ആ ഒരു മസാലയെല്ലാം ആക്കിയിട്ട് മസാല ഷവായെല്ലാം ആക്കുന്ന ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ എല്ലാ റൈസും ഈ അറബിക് റൈസിൽ തന്നെ പല ടൈപ്പ് റൈസ് വരുന്നില്ലേ, എല്ലാം കുറച്ച് ഡിഫറെൻ്റായിട്ട് ആക്കുന്നതേ ഇല്ലും. എല്ലാം ഏകദേശം ഒരേ ഗണത്തിൽ പെട്ടതാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് പറയലാണ്, കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ എല്ലാം ഏകദേശം ഒരേപോലെയാണ്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നേയില്ല. അപ്പോൾ ഇതാ ചിക്കൻ പീസെല്ലാം വെച്ചിട്ട് ഞാൻ കുറച്ച് ഒരു 1/2 കപ്പോളം ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടലൊരു 3/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മളത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഓയിലെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഓവർ ഓയിലായിന്ന് തോന്നേ വേണ്ട. ഇനിയിപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പാങ്ങുണ്ട് കേട്ടോ കിച്ചണിലും അതുപോലെ തന്നെ മുറ്റമെല്ലാം നോക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അവിടെ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിനായിട്ട് തന്നെ ഞാൻ റൈസ് ഉണ്ടാക്കാനായിട്ട് വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ട, ഇത് ഞാൻ മുമ്പെല്ലാം എപ്പോൾ കത്തിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ. നമുക്ക് നമ്മളെ പുരൻ്റെ ഉള്ളിലും എല്ലായിടത്തും, പ്രത്യേകിച്ച് ഈ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ പല സ്മെല്ലായിരിക്കുമല്ലോ ഉണ്ടായാൽ. അപ്പോൾ ഇതിങ്ങനെ കത്തിച്ചിളക്കിയാലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പുരൻ്റെ ഉള്ളിൽ മൊത്തം ഉണ്ടാവൽ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ചിക്കനെല്ലാം ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ റൈസ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്പൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇതിൻ്റെ അളവൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം കുറച്ചായിട്ട് എടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ
ആ ഒരു റൈസ് അത്യാവശ്യം നല്ല പോലെ വേവില്ല റൈസാണ് കേട്ടോ ഇത്. ഈ ഒരു ഗോൾഡൻ റൈസ് അതുകൊണ്ട് തന്നെ എന്താണ് ഒരു 1/4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഒന്ന് കുതിർത്തി സെറ്റാക്കിയിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് അതെല്ലാം അവിടെ ഒന്ന് പകുതിക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ ഒരു ടൈമിലെല്ലാം ഉമ്മ ഉണ്ട് കേട്ടോ അടുത്ത് തന്നെ. പിന്നെ ഉമ്മ ഫാത്തിമാനെല്ലാം നോക്കി, മക്കൾസിനെല്ലാം നോക്കണ്ടേ, അവരെ നോക്കാൻ തന്നെ ഒരാൾ വേണം. അപ്പോൾ പിന്നെ ഉമ്മ അവരെല്ലാം നോക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെയിൻ ഫുഡെല്ലാം ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ നമ്മളെ മക്കൾസിനുള്ള ഡ്രസ്സെല്ലാം എടുത്തു കൊടുക്കലാണ് കേട്ടോ. കാര്യം പള്ളിയിൽ പോകേണ്ട ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഇങ്ങോട്ട് 7:30-8 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ പള്ളിയിൽ നിസ്കാരമെല്ലാം, പെരുന്നാൾ നിസ്കാരമെല്ലാം ഉണ്ടായത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പള്ളിയിൽ പോകാനായിട്ട് റെഡിയാകണം. അപ്പോൾ ഹംദാന് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെയ്ത് കൊടുക്കണം മീൻസ് ഇങ്ങനെ ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാമെന്ന് വേണ്ട, ഓനെല്ലാം ഒന്ന് എടുത്തിട്ട് ഞാനൊന്ന് കാണുന്ന രീതിയിൽ ഓനെ സെറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഈ രാവിലെ ആയതുകൊണ്ട് കുറച്ച് മടിയും കൂടിയുണ്ട്. പിന്നെ നമ്മൾ രാവിലെയല്ലേ മക്കൾസിനെല്ലാം ഇങ്ങനെ ഒരുക്കിയിട്ട് പള്ളിയിലെല്ലാം അയക്കാനൊരു പാങ്ങല്ലേ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോസിനെല്ലാം പോസ്റ്റ് ചെയ്ത് നിൽക്കലാണ് കേട്ടോ ആൾ. ഇപ്പോൾ ചില ടൈമിലെല്ലാം പറയും എൻ്റെ ഫോട്ടോ ഒന്നും എടുക്കണ്ട, വീഡിയോ ഒന്നും എടുക്കണ്ട എന്നെല്ലാം പറയും. എന്നാലും ഞമ്മ വിടും. കാരണം ഇവനിപ്പോൾ ചെറുതായതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. പക്ഷേ വലിയ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും അല്ല കേട്ടോ വീഡിയോസിലൊന്നും വരാനായിട്ട്. അങ്ങനെ ഇപ്പം ഇതാ അവർ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ബാക്കിയിലെ പണികളെല്ലാം തീർക്കണം. കാരണം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ നമ്മളെല്ലാ പെരുന്നാളിനും നമ്മളിങ്ങോട്ട് മെയിൻ നെയ്പ്പത്തിലും ബീഫും മെയിനാണ് കേട്ടോ ഉണ്ടാക്കൽ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു അതൊന്നും ആക്കാൻ നമുക്ക് മെനക്കടേ വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ ഫുഡ് കഴിച്ചാൽ പിന്നെ എവിടെയെങ്കിലും പോകുകയോ അങ്ങനെയെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗത്തിൽ ഫുഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. പിന്നെ മക്കൾസെല്ലാം കുറേ ലേറ്റായിട്ട് എണീച്ചിട്ട് പിന്നെ അതെല്ലാം കഴിച്ച് പിന്നെ ഇതെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കതൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് വേഗം രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ തന്നെ ഇതെല്ലാം കഴിക്കും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഇത് കഴിച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താണ് രാവിലെ ആയാലും ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും അങ്ങ് പോയിക്കോളും, അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ചിക്കനെല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഗ്രേവിയെല്ലാം കണ്ടിട്ട് അത്യാവശ്യം നല്ല ഗ്രേവിയെല്ലാം ഉണ്ട് കേട്ടോ ആ ഒരു ഇനിയിപ്പോൾ ഇത് അതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് ഒന്ന് റെഡിയായി എടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസും അത്യാവശ്യം കുക്കാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അതെല്ലാം ഒന്ന് ഊറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ആയിരുന്നില്ല കുറച്ച് മസാല ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മസാല പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ കുറച്ച് നമ്മളെ കെച്ചപ്പില്ലേ, ആ ഒരു കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല എന്തായാലും ആക്കണം കേട്ടോ. അപ്പോൾ ഇതിലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു പെരീൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ആ ഒരു നമ്മളെ റെസ്റ്റോറൻറ്റിനെല്ലാം കിട്ടുന്ന അതേ രീതിയിൽ കിട്ടൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അതായത് നമ്മൾ തലേന്ന് രാത്രിയിൽ ചിക്കൻ മസാല ഇടുന്ന ടൈമിൽ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിട്ട്, അപ്പോൾ ആ ഒരു മസാലേൻ്റെ 1 ടീസ്പൂണോളം ആ ഒരു മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചേർത്ത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നമ്മൾ ആ ഒരു ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ ചിക്കനെല്ലാം ഇതിലേക്ക് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത് മൊത്തത്തിൽ ഇതിൽ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ആ ഒരു ചിക്കൻ ആ ഒരു ചിക്കൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ചില സ്ഥലത്തെല്ലാം ഇതിന് പെരി ചിക്കൻ എന്ന് പറയും, ഇല്ലെങ്കിൽ ചിക്കൻ ഷവായ ചിക്കനും ആ ഒരു റൈസ് അങ്ങനെ ആ ഒരു പല രീതിയിലാണ് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഇതെല്ലാം ഇങ്ങനത്തെ ടൈപ്പ് റൈസ് എല്ലാം പല പേരിലും രീതിയിലെല്ലാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയെടുക്കൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതൊന്ന് ദം ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ആ ഒരു മസാലയിൽ തന്നെ ഈ ഒരു ചോറിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിക്കനെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ചിക്കനെല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഫസ്റ്റത്തെ മസാലയിൽ കുറച്ച് റൈസ് ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൈസ് ഇടുന്ന ടൈമിൽ ഇതിലില്ലേ കുറച്ച് ഇങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസ് എല്ലാം മാറ്റി കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിങ്ങനെ കഴിക്കുമ്പം ചില ആൾക്കൊന്നും അതിങ്ങനെ പെട്ടെന്ന് കടിക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതെല്ലാം കുറച്ചെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ടൊന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ വീണ്ടും അതിൻ്റെ മസാല കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ലെയറാക്കുക, വീണ്ടും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മളെ പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കുക. അത് കുത്തി കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ഇങ്ങനെ
നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ ഒരു പച്ചമുളകിൻ്റെ ഉണ്ടാവൽ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് നമ്മൾ ആ ഒരു ചിക്കനെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു ലോ ഫ്ലെയിമിലൊരു 15 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലൊരു 15 അരമണിക്കൂർ മാക്സിമം ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം കേട്ടോ. പിന്നെ സ്മോക്കി ഫ്ലേവറെല്ലാം വേണ്ടവരാണെങ്കിൽ അവർ ഇതെല്ലാം കത്തിച്ചിട്ട് വെക്കുക. പിന്നെ നമ്മളിവിടെ അങ്ങനെ വലിയ സ്മോക്കി ഫ്ലേവറോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അതൊന്നും ആക്കലില്ല. അപ്പോൾ ഇതാ നമ്മളെ റൈസെല്ലാം റെഡിയായി എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കിങ്ങിൻ്റെ പണി കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്, ഉണ്ടാക്കാനും സിമ്പിളല്ലേ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകലും ക്ലീനിങ് എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് നമ്മൾ ഇതിന് വേണ്ട മെയിൻ ചട്നി കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് പച്ചമുളക്, കുറച്ച് പുതിനയില, മല്ലിയില, 2 വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ചട്നി റെഡിയായി ഇട്ടാ. അപ്പോൾ ഇതാ ഒരു പണികളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഫ്രഷ് ആവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം ഒന്ന് ഡ്രസ്സാക്കലാണ് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് പോവുകയേ വേണ്ട, പിന്നെ ഫുഡ് കഴിക്കാൻ മാത്രം പോയാൽ മതിയല്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് നേരെ മുകളിലേക്ക് വന്നതായിരുന്നു കേട്ടോ. മുകളിൽ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ബെഡ്റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂം മുകളിലാണ്, പക്ഷെ നമ്മളങ്ങനെ മുകളിൽ യൂസ് ചെയ്യലൊന്നുമില്ല കേട്ടോ. അതായത് താഴെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉറങ്ങലെല്ലാം. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഡ്രസ്സെല്ലാം മുകളിലാണ് കേട്ടോ വെക്കൽ. അതുകൊണ്ട് നമ്മൾ മുകളിൽ ഡ്രസ്സെല്ലാം വെക്കാനും മാത്രമാണ് കേട്ടോ കയറൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുരയിലെടുക്കുന്ന ടൈമിൽ മുകളിലെടുക്കുന്നത് ചില ടൈമിൽ തോന്നും വെറുതെ വേസ്റ്റാണ്. പക്ഷെ കുറേ ആളെല്ലാം ഉണ്ടെങ്കിൽ മുകളിലെടുത്താലും നല്ല ഉപകാരമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി കഴിയാൻ മുകളിലും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ആരും ഇല്ലാത്ത ടൈമിൽ നമ്മൾ മുകളിൽ അങ്ങനെ കയറുകയും ചെയ്യില്ലല്ലോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സെല്ലാം എടുത്തിട്ട് എല്ലാവരുടെ ഡ്രസ്സും ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് ആയിഷാൻ്റെ ഡ്രസ്സും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മക്കൾസിന് ഇടുന്ന ഡ്രസ്സ് എടുത്തിരുന്ന് ചോദിച്ചിട്ടുണ്ടായിട്ടാ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ. അപ്പോൾ ഞാൻ മാഗ്നം മാളിൽ, നമ്മളെ പയ്യന്നൂർ മാഗ്നം മാളിൽ കാർട്ടൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളക്ഷനാണ് കേട്ടോ ആ ഒരു ഷോപ്പിലുള്ളത്. ഞാനിങ്ങനെ പോയ ടൈമിൽ കയറിയതായിരുന്നു. നല്ല ഡ്രസ്സാണ് കേട്ടോ ആ ഒരു ഷോപ്പിൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആയിഷാക്ക് ഡ്രസ്സെല്ലാം ആക്കി കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഇങ്ങനെ ചെറിയ റീലെല്ലാം പോയിട്ട് റീൽസ് പോലെയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റ ഈ ഒരു സെയിം അൻസൂസ് വേൾഡ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ കുറേ ഫോട്ടോസെല്ലാം ഞാൻ അതിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലിങ്ങനെ സൈഡിലെല്ലാം കൊടുക്കുമ്പം വലിയൊരു പാങ്ങില്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഇടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എപ്പോൾ അത് അവിടെ സേവായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. നമ്മൾ ഫോണിലെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി പോവില്ലേ. അങ്ങനെ ഇപ്പം ഇതാ കുറേ പാടുപെട്ടിട്ട് ഞാൻ ഇവളെ മുടിയെല്ലാം ഒന്ന് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആയിഷോനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് മേക്കപ്പെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾക്ക് ഇങ്ങനെ അതിട്ടതാ ഇതിട്ടതാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റായിട്ട് മേക്കപ്പെല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ എല്ലാ ടൈമിലൊന്നും നമ്മൾ ഇടൂല, കാരണം പ്രത്യേകിച്ച് ചെറിയ ബേബീസിൻ്റെ സ്കിന്ന് ഭയങ്കര ഇങ്ങനെ സെൻസിറ്റീവായിട്ടുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ക്രീമും കാര്യങ്ങളൊന്നും അങ്ങനെ ഓവറായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ പിന്നെ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ എല്ലാം ടച്ചപ്പാക്കി കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അവളങ്ങനെ ഡ്രസ്സെല്ലാം ആക്കി താഴേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സാക്കിയതിന് ശേഷം പിന്നെ താഴേക്ക് പോകാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാര്യം നമുക്കും അങ്ങനെയല്ലേ, ചെറുപ്പത്തിൽ ഡ്രസ്സെല്ലാം ആക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഇതിന് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എല്ലാവർക്കും കാണിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ ഉണ്ടാവല്ലേ. അപ്പോൾ ഇതാ അവളങ്ങനെ താഴേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാകലാണ് കേട്ടോ അതിലത്. അപ്പോൾ ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് കേട്ടോ. കാര്യം ഡ്രസ്സെല്ലാം ആക്കിക്കഴിഞ്ഞ് എല്ലാം സെറ്റായതിനു ശേഷം പിന്നെ ഫാത്തിമ ഭയങ്കര കരച്ചിലായിരുന്നു. കാര്യം ഇത് ഡ്രസ്സെല്ലാം ആക്കിയിട്ട് നമ്മൾ ഏടി പോകുന്നില്ലല്ലോ. അപ്പോൾ പോകാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഡ്രസ്സെല്ലാം ആക്കിയിട്ട് പിന്നെ ഫോട്ടോ എടുക്കലും ഒന്നും നടന്നിട്ടില്ല. പിന്നെ എല്ലാം കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഡ്രസ്സെല്ലാം ആക്കി താഴെ വരുമ്പോഴത്തേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ആദ്യമായിട്ട് ഓർഡറാക്കിയതായിരുന്നു കേട്ടോ. ഒരു ഡ്രസ്സ് വെറുതെ ഇങ്ങനെ ഓർഡറാക്കി നോക്കിയതായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാനിങ്ങനെ ചെറിയ 400 അങ്ങനെയാണ് തോന്നട്ടെ അതിൻ്റെ റേറ്റ്.
അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്തായാലും വാങ്ങിച്ച നല്ല നല്ല ഡ്രസ്സാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ ഇവരെ രണ്ടാളെ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കലാണ് കേട്ടോ ഉള്ളത്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഫാത്തിമ ഭയങ്കര കരച്ചിലായതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേഗം കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓളാടെ വാക്കറിലിരുത്തിയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കര എന്താണ്, ചില ടൈമിൽ നല്ല സ്നേഹമായിരിക്കും ഫോട്ടോ എടുക്കുക, ചില ടൈമിൽ ഭയങ്കര അടി നടക്കലാന്ന്. അപ്പോൾ ഫാത്തിമ പിന്നെ ഡ്രസ്സെല്ലാം ആക്കിയിട്ട് പിന്നെ കൈമന്ന് കീന്നേ ഇല്ല കേട്ടോ, ഫുള്ള് കൈമക്കൂടൽ തന്നെ പണി. കാര്യം ഇവളെ വിചാരം ഇത് ഡ്രസ്സെല്ലാം ആക്കിയിട്ട് നമ്മൾ ഇവളെ കൂട്ടാതെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഈദിൻ്റെ അന്നത്തെ ആ ഒരു ഫുൾ ഡേ കൈമ തന്നെ ആയിരുന്നു കേട്ടോ. എന്ത് തന്നെ ചെയ്തിട്ടും താഴെ ഇറങ്ങുന്നില്ല, ഇറക്കിയാലാണെങ്കിൽ അമ്മാതിരി കരച്ചിലും. അങ്ങനെ ആയിട്ട് അന്നത്തെ ആ ഒരു ഈദ് മറക്കാനേ പറ്റൂല കേട്ടോ. കാരണം ആ ഒരു ഡേ ഫുള്ള്, അതായത് അതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് നിന്നതായിരുന്നു. പക്ഷെ നമ്മളെല്ലാം ഡ്രസ്സാക്കിയതിന് ശേഷം ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക് ഫോട്ടോ എടുക്കാൻ പോലും ഈ ഒരു സോഫയിൽ പോലെ ഇരിക്കുന്നുണ്ടായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് എങ്ങനെയല്ലോ എന്താണ് സോപ്പിംഗ് ആക്കിയിട്ട് അവിടെ ഇരുത്തിയതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും പെരുന്നാപ്പണം വാങ്ങിക്കലാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഇവർക്ക് എന്താണ് ആദ്യമെല്ലാം പെരുന്നാപ്പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊന്നും അറിയില്ലല്ലോ, കാരണം പൈസ അവിടെ എവിടെയെങ്കിലായിട്ട് വെക്കും. പക്ഷേ ഇപ്പോൾ ഇവർക്ക് കുറച്ച് തിരിച്ചറിവായതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ചെറിയ രണ്ടാക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരിപ്പം പീടി പോകാനില്ല ഇതെല്ലാം തുടങ്ങലായി. അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ പൈസ കൊടുത്തിട്ട് തന്നെ അവർക്കൊരു മണി ബോക്സ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതിൽ ഇട്ട് വെക്കലാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പൈസയാണ് കേട്ടോ കൊടുക്കൽ. ഇല്ലെങ്കിൽ പിന്നെ അവർ പീടി പോകേണ്ട ഒരിതാണ്. കാരണം നമ്മളിവിടെ റോഡിൻ്റെ നേരെ അപ്പുറത്തെ സൈഡ്, അതായത് നമ്മളെ പോരൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പീടിയുണ്ട്. അപ്പോൾ പിന്നെ എപ്പോൾ ഇങ്ങനെ പീടി പോകണം എന്നില്ല ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, കാരണം ഇപ്പോൾ ഇവർക്ക് കുറച്ച് തിരിയാനായില്ലേ. റോഡാണെങ്കിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഫുള്ള് എപ്പോഴും വണ്ടി പോകുന്നൊരു റോഡാണ്. അപ്പോൾ അതിന് നമുക്ക് ഭയങ്കര പേടിയാണ് ഇവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുന്നാപ്പണമല്ല ഇപ്രാവശ്യം കുറച്ചാണ് കേട്ടോ ഇവർക്കെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അടുത്ത കസിൻ്റെ പേർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ആരും ഇല്ലാണ്ട് നേരെ നമ്മൾ തിരിച്ച് വന്നു. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കുക, കാരണം ഫാത്തിമ ഈ ഒരു ടൈമിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓളാടെ മെല്ലെ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കലാണ് കേട്ടോ ഇത്. അപ്പം ഇവരെല്ലാം ഫുള്ള് പാരയാണ് കേട്ടോ. കാരണം ഞാൻ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് തുടങ്ങും ഊഞ്ഞാലാടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ഞാൻ എങ്ങനെയല്ലോ ഷോപ്പിംഗ് ആക്കിയിട്ട് അവരങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ സ്കാർഫാക്കിയിട്ടും ഇങ്ങനെയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇപ്രാവശ്യം സിമ്പിളായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ കുറേ ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഈദിൻ്റെ എല്ലാം മുന്നേ. അപ്പോൾ എല്ലാം ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതിന് ഒരു സിമ്പിളായിട്ടുള്ളത് എടുക്കുക. കാരണം സിമ്പിളായിട്ടാകുമ്പോൾ നമുക്ക് നോർമലി യൂസ് ആക്കാനും പറ്റും. ഹെവി ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ അത് കബോർഡിൽ വെച്ചിരിക്കാനേ പറ്റുമല്ലോ. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സേ നമ്മളെ കണ്ണിൽ കാണുകയും ചെയ്യുമല്ലോ കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് ഫാത്തിമാക്ക് വേറൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ല. ലാസ്റ്റ് നമ്മൾ എങ്ങനെയല്ലോ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ നേരെ നമ്മളെ തറവാട്ടിലേക്കും കസിൻ്റെ പേർക്ക് അങ്ങനെയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈദിൻ്റെ ടൈമിൽ ഇങ്ങനെ എല്ലായിടത്തും പോകൽ വേറെ തന്നെ ഒരു പാങ്ങാന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്നും കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കൽ തന്നെയാണ് കേട്ടോ മെയിനായിട്ടുള്ളൊരു പണി. കാരണം കസിൻസ് എല്ലാം കൂടിയിട്ട് ഫോട്ടോ എടുക്കലെല്ലാം അത് വേറെ തന്നെ ഒരു വൈബാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടിയിട്ട് നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളിങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്ന് നമ്മളെ പേർക്കെല്ലാം കൂടി നമ്മളെ പേർക്കൊന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകും. അപ്പം ചില ആൾക്കാരെല്ലാം അവിടെ നിൽക്കും, ചില ആൾക്കാർ നേരെ അന്ന് തന്നെ തിരിച്ചു വരും കേട്ടോ. അപ്പം ഞാൻ അന്ന് തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. പിന്നെ എപ്പോഴെങ്കിലും പോയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി അന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ നിന്നും ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഈ ഒരു ഇതൊരു സ്വീറ്റായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. എന്താ പറയുക മടക്ക് പത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ അടുത്ത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ
വൈകുന്നേരമായിട്ടാ, ഏകദേശം മഗ്‌രിബിൻ്റെ ആ ഒരു ടൈമായി. പിന്നെ എൻ്റെ അമ്മായിൻ്റെ പെരക്കെല്ലാം പോയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതൊന്നും ഞാനങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെറിയൊരു ഈദ് വ്ളോഗ് ഇട്ടാൽ. അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ പുരക്കെത്തി രാത്രിയിൽ നമ്മൾ പുഡിങ്ങിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിന് കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ കഴിക്കലാന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ ഈദ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യട്ടോ എന്തായാലും. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ പുഡിങ്ങെല്ലാം കഴിച്ച് ഇനിയിപ്പം അന്നത്തെ ദിവസം നല്ല ഉറക്കമാണ് കേട്ടോ അതിൽ. കാരണം തലേ ദിവസത്തെ ഉറക്കെല്ലാം